അയ്യപ്പൻ്റെ എല്ലാ ശക്തിയും ഒരു വിശ്വാസം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും പ്രയാസമുണ്ട്. ഇപ്പം വളരെയധികം സന്തോഷം. മണ്ഡലപൂജ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം ഇതേപോലെ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞു. ഇപ്പം നമ്മളെ ഓഫീസിൽ നിന്ന് പറഞ്ഞു. ഇത് വിഷ്ണു ഗോപാൽ വി, തിരുവിതാംകൂർ ദേവസ്വത്തിലെ താത്കാലിക ജീവനക്കാരനാണ്. വിതുര സ്വദേശിയാണ്. കരാർ വ്യവസ്ഥയിലാണ് നിയമനം ലഭിച്ചത്. മുമ്പ് ജോലി ചെയ്തത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ. ഇനിയുള്ള കാര്യം ഞങ്ങൾ പറയുന്നില്ല. അനുഭവമെല്ലാം അനുഭവസ്ഥനും ദേവസ്വത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും പറയും. ജന്മന ലേഡീസിന്റെ ശബ്ദമായിരുന്നു. പിന്നെ ജന്മന ലേഡീസിന്റെ ശബ്ദമായിരുന്നു. പിന്നീട് ഇവിടെ മണിമണ്ഡപത്തിൽ വന്ന ശേഷമാണ് നല്ല ശബ്ദം കിട്ടിയത്, നല്ല ശബ്ദം റെഡിയായത്. പിന്നെ പല പല ആശുപത്രികൾ ചെന്ന് കൊണ്ട് കാണിച്ചപ്പോൾ ശബ്ദം നല്ല ശബ്ദമില്ലായിരുന്നു. ഇവിടെ മണിമണ്ഡപത്തിൽ വന്ന ശേഷമാണ് നല്ല. ഡോക്ടർമാർ ഓരോ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ തിരുവനന്തപുരം കിംസിലാണ് വർക്ക് ചെയ്തത്. അവിടെ ക്ലീനിങ് ആയിരുന്നു. പിന്നെ ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ച് സ്പീച്ച് തെറാപ്പി അതൊക്കെ ചെയ്ത് പിന്നെ ഇവിടെ വന്ന ശേഷമാണ് ശബ്ദം ക്ലിയർ ആയത്. പിന്നെ മേൽശാന്തി ചെന്ന് കണ്ട് അനുഗ്രഹം മറ്റേ അയ്യപ്പൻ്റെ മനസ്സിലാവൂല. പിന്നെ മേൽശാന്തി ചെന്ന് കണ്ട് പിന്നെ പ്രാർത്ഥിച്ചു. പിന്നെ അയ്യപ്പൻ്റെ എല്ലാ ശക്തിയും ഒരു വിശ്വാസം തന്നെയാണ്. അന്ധവിശ്വാസമല്ല, ഒരിക്കലും അന്ധവിശ്വാസമല്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും ഉണ്ടായിരുന്നു. ഒരിക്കലും അന്ധവിശ്വാസമല്ല. അയ്യപ്പൻ എന്ന ഒരു ശക്തിയാണ്. പെണ്ണുങ്ങളുടെ സ്വരത്തിൽ ഒരു ലക്ഷങ്ങൾ ചിലവാക്കാനില്ല. എൻ്റെ പേര് കരുണാകരൻ. ഞാനിവിടെ വന്നാണ് കാണുന്നത്. അപ്പോഴെന്ന് വെച്ചാൽ വെറും ഒരു സ്ത്രീയുടെ ഞാൻ വർക്ക് ചെയ്യാനില്ല. ഇവിടെ തന്നെ അങ്ങനെ കണ്ട് നമുക്ക് എല്ലാവർക്കും പ്രയാസമുണ്ട്. ഇപ്പം വളരെയധികം സന്തോഷം. ഇനി അവരൊരു ജീവിതമുണ്ട്. ഒരിക്കലുമല്ല, ഭഗവാനുണ്ട് ഇവിടെ. സത്യമാണ്, ഭഗവാനുണ്ട് ഈ മണ്ണിൽ. അതിൻ്റെ തെളിവാണിത്. നമുക്ക് സത്യമുണ്ട്, ഉറപ്പ് തെളിവാണിത്. ദൈവം അനുഗ്രഹിച്ചവനെ. ഇത് ഇവിടെ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ സൗണ്ടെല്ലാം അടഞ്ഞ് ഒരു ലേഡീസിൻ്റെ സൗണ്ടായിരുന്നു പുള്ളിക്ക്. അപ്പം മൊത്തത്തിൽ അടഞ്ഞിരിക്കുമായിരുന്നു സൗണ്ട്. ലേഡീസിൻ്റെ സൗണ്ട് തന്നെയായിരുന്നു. ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സൗണ്ട് മാറി. ഇവിടെ മണ്ഡലപൂജ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം ഇതേപോലെ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞു. ഇപ്പോൾ നമ്മളെ ഓഫീസിൽ നിന്ന് പറഞ്ഞു, സാറേ എൻ്റെ സൗണ്ട് മാറി, എൻ്റെ പഴയ പുരുഷന്മാരെ സൗണ്ടായെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാവർക്കും മുട്ടായി വിതരണം എല്ലാം ചെയ്തു പുള്ളി. അതാണ് വളരെ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സാധാരണ രീതിയിൽ ഒരു എന്തൊക്കെ വിശ്വാസം ഉണ്ടെങ്കിലും ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ സ്ഥാനത്തിരിക്കുന്ന ആൾ അതെങ്ങനെ പറയാൻ പറ്റും? അത് സത്യം തന്നെയാണ് സാറേ. അത് നമ്മുടെ മണിമണ്ഡപം എന്ന് പറയുന്ന അയ്യപ്പൻ്റെ ജീവസമാധി സ്ഥലമാണ്. അപ്പം ഇവിടെ അത്രയേറെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ മണിമണ്ഡപം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്രാർത്ഥിച്ചു എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ശരിയാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പം ആ വിശ്വാസം പുള്ളിയുടെ 12 വർഷമായില്ലേ, 12 വർഷം കൊണ്ട് അങ്ങനെ സൗണ്ട് പെട്ടെന്ന് മാറുകയെന്ന് പറഞ്ഞാൽ ഒരു അതിശയം തന്നെയാണ്. അപ്പം അദ്ദേഹം ഇവിടെ മാളികപ്പുറത്തെ താൽക്കാലിക ജീവനക്കാരനാണ്. അദ്ദേഹം ഇവിടെ ദിവസം കാണാറുണ്ട്. അപ്പോൾ അദ്ദേഹം ദിവസവും പ്രാർത്ഥിക്കലും പൂജകളൊക്കെ പതിവുണ്ട്. അപ്പോൾ ഇപ്പോൾ അതാ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് കുറച്ച് ശബ്ദത്തിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴാണ് മുഴുവൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് എന്നോട് പറഞ്ഞ് അത് ഒക്കെ വേണ്ട പോലെയായി എന്നുള്ളത് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ അതൊക്കെ വീണ്ടും പ്രാർത്ഥനയോടെ കിട്ടിയെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു ഇവിടെ വന്നിട്ട് എന്നോട്. അത് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. തീർച്ചയായും അതൊരു വലിയൊരു വിശ്വാസവും അത്ഭുതമൊക്കെയാണല്ലോ ഇത് തിരിച്ചു കിട്ടുക എന്നുള്ളത്. വെച്ചാൽ അങ്ങനെ കുറച്ച് വേറെ ഇങ്ങനെ രീതിയിലായിരുന്നില്ല സംസാരിച്ചിരുന്നത്. ഇപ്പോൾ വളരെ നന്നായി സംസാരിക്കുന്നു. അതെ, ഇപ്പോൾ നന്നായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. കുറച്ച് ഇവിടെ ഞാൻ ജോലി ചെയ്തിരുന്നത് മാളികപ്പുറത്തെ ഡെയിലി വേജസ് ആയിരുന്നു. അപ്പോൾ നന്നായി സംസാരിക്കുന്നുണ്ട് അദ്ദേഹം. അത് വലിയ ആയിരിക്കും. അതെ, ഞാൻ ഇവിടെ വന്നിട്ടാണ് അദ്ദേഹത്തിന് ഞാൻ കാണുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അത്ര ഇതുണ്ടായിരുന്നില്ല. ഇപ്പോൾ വളരെ നന്നായി പറയുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇവിടെ വന്നു ദിവസം അദ്ദേഹം പൂജകളിലും ഒക്കെ ഞാൻ പങ്കെടുക്കണ കാണാറുണ്ട്. ദിവസം വളരെ ആത്മാർത്ഥയോടെ പൂജയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഇപ്പം എന്നോട് ഇപ്പോൾ വന്നിട്ടാണ് പറഞ്ഞത് തിരുമേനി നല്ല എനിക്കത് ശബ്ദം പഴയ പോലെ കിട്ടി, ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് നമസ്കരിച്ച് വന്നിട്ട് ഒരുപാട് സന്തോഷം തോന്നി. സ്വാമി ശരണം. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അങ്ങനെയുമാകാം. ന്യൂസ് 18 സന്നിധാനം.